ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ 48 മണിക്കൂർ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആൻഡ് ടൈംലെസ് ആണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ 48 മണിക്കൂർ എങ്ങനെയുള്ളതായിരിക്കും? കരിയർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും 48 hours നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കടന്നു പോവുക? നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങൾക്കുള്ള ഗൈഡൻസ്. സക്സസ് വന്നിട്ടുണ്ട്, ഫെർട്ടിലിറ്റി, ചാലഞ്ച്, ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഡെസ്റ്റിനി വന്നിട്ടുണ്ട്, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാവേ. നൈറ്റ് ഓഫ് സോർഡ്സ്, Ten of Pentacle, Five of Cups, Page of Cups, King of Cups, Eight of Pentacle. കപ്പിന്റെ എനർജി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് 8 ഓഫ് പെൻഡക്കിൾ ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ എനിക്ക് ഒറാക്കിൾ കാർഡ്സ് ഫസ്റ്റ് തന്നെ ഒരു സക്സസും കഷ്ടപ്പാടും സക്സസും വന്നിട്ടുണ്ട്. ഫൈനലി എനിക്കൊരു ഡെസ്റ്റിനി കാർഡും വന്നിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്കുള്ള 48 hours എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബിനായിക്കോട്ടെ, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും റിസൾട്ട് കിട്ടാത്ത ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജ് ഒന്നും തന്നെ നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല. അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പം ജോബ് ഒന്നും ആകാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ടാകും, നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും, എന്നിട്ട് പോലും ഒന്നും നിങ്ങൾക്ക് ശരിയാവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് വെറും ടെമ്പററി ആണ്. ഇതൊരു സ്ഥിരമല്ല. നിങ്ങൾക്ക് അതിലൊരു എൻഡ് ഉണ്ടാകുന്നതാണ്. കാരണം ഈ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സക്സസിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യും. ചിലപ്പോൾ അത് മേ ബി നാളെ ആയിരിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് തലവേദനിക്കുന്നുണ്ടാകും ഇത് ചിന്തിക്കുമ്പം. എന്താണ് ഇങ്ങനെ ഇത്രയും നല്ലോണം നോക്കിയിട്ടും അല്ലെങ്കിൽ ഇത്രയും നല്ലോണം എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് ഇതിലൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആ ഒരു മൊമെന്റിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു കാര്യത്തിലേക്ക്, ഒരു പാഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിന്റെ കൈകളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യേണ്ട ജോബിന്റെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന്റെ വാല്യൂ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഫെർട്ടിലിറ്റി കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ മാരേജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാരന്റ് ആകാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രഗ്നൻസിക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത കിട്ടുന്നതായിരിക്കും.
എന്നുള്ളതാണ്, ഒരു മദർ ആകാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോബ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അത് നിങ്ങൾക്ക് ഒരു ടെമ്പററി സിറ്റുവേഷൻ മാത്രമാണ്, അത് പെർമനന്റ് അല്ല, അതിനൊരു എൻഡ് ഉണ്ട്. കാരണം തൊട്ടിപ്പുറത്ത് ഡെസ്റ്റിനി കാർഡ് വന്നിട്ടുണ്ട്. കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തിരിയും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ സിറ്റുവേഷൻ എല്ലാം എൻഡ് ആയിട്ട് നിങ്ങളുടെ, നമ്മൾ പറയും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾക്കൊരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഒരു 48 അവേഴ്സിൽ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി മാരേജ് ഒക്കെ നടക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാരേജിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിട്ട് അത് മുടക്കുക, ഒരു എന്താ പറയാ, നിങ്ങൾ റിലീജിയൻ വേറെ അങ്ങനെയൊക്കെയുള്ള സംതിങ് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളുടെ ഫാമിലി അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാമിലി തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഹാപ്പി ഫാമിലിയിലേക്ക്, അതായത് എല്ലാവരും കൂടി ചേർന്നിട്ട് ആരെയും ഒന്നും മാറ്റി നിർത്താൻ പറ്റാതെ എല്ലാവരും ഒത്തൊരുമയിൽ പോകുന്ന തരത്തിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡായിട്ട് ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ വരുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ റീയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഇത് പറയുമ്പോൾ നിങ്ങൾ കരുതും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും വരാത്ത ഒരാളാണ്, ഇത്ര വർഷമായി എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാകും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് നാള് വേർപിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിലും ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. ഓർത്ത് വെക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു അഹങ്കാരം കാണിക്കുന്ന, നിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാത്ത ഒരു തരം ക്യാരക്ടർ ആണെങ്കിൽ ഓക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഇവിടെ കാണിക്കുന്നത് ഒരു റിയൂണിയൻ ആണ്, നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിനുള്ളൊരു ചാൻസ് ഉണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്, ആ ഒരു കോണ്ടാക്ട് ഇവിടെ കാണുന്നുണ്ട്. സോ അവിടെ ഒരു റിയൂണിയൻ പോസിബിൾ ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെഡിറ്റേഷനും അതുപോലെ തന്നെ പ്രെയർ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത്രയും ദിവസം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. കാരണം നിങ്ങൾ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കരിയർ ഇവിടെ കാണുന്നുണ്ട്, അതുപോലെ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നു, ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു, നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥത, ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അതിലേക്ക് തന്നെ ഇറങ്ങി തിരിക്കുക, അതായത് മെഡിറ്റേഷൻ ചെയ്യുക, പ്രെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് തന്നെ നിങ്ങൾ പോവുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നതും നിങ്ങളുടെ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ റിലീസ് ആവുന്നതും ഹീൽ ചെയ്യപ്പെടുന്നതും ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രെയറിലൂടെയൊക്കെയാണ്. സോ നിങ്ങൾ അതിലേക്ക് തന്നെ, നിങ്ങളുടെ പഴയ ഒരാളായിട്ട്, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അതിലേക്ക് തന്നെ തിരിച്ചിറങ്ങുക എന്നാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയും 8 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്നവരുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും അല്ലാതെ ഫാമിലിയിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഇഷ്യൂസ് നേരിടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്, നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന ആ ഒരു സ്ട്രെസ് മാറിക്കിട്ടും. നിങ്ങൾക്ക് അതിലൊരു സക്സസ് എവിടെന്നെങ്കിലും ഒക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എമൗണ്ട് തരാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, അതായത് ഇപ്പൊ നിങ്ങൾ എഫേർട്ട് എടുത്ത സ്ഥലത്തുള്ള ഒരു റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങൾ കടം കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാത്തതായിരിക്കാം. അങ്ങനത്തെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ചു തരും, നിങ്ങൾ പോലും ചോദിക്കാതെ നിങ്ങളിലേക്ക് എമൗണ്ട് മണി വന്നെത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. ഇപ്പം മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രോപ്പർ ആണ് എന്നുള്ളതാണ്. റിസൾട്ട് വൈകുന്നത് കൊണ്ട് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളതാണ്. അത് കറക്റ്റ് ടൈമിൽ എത്തുന്ന സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു എനർജി വരും, അതായത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ളത്, നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എനർജി വരും, അത് ഒരിക്കലും ബ്ലോക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേർന്ന്, അതിപ്പോൾ നിങ്ങളൊരു കാർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെക്കാനായിരിക്കാം, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ 48 അവേഴ്സിൽ നിങ്ങൾക്ക്
ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഒബ്സ്റ്റിക്കിൾസ് ഉള്ള, ചാലഞ്ചുകളുള്ള ലൈഫാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എന്താക്കണം, നേരിടുക തന്നെ ചെയ്യണം. അതൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക്. നിങ്ങൾ അത് ഷുവറായിട്ട് നിർത്താൻ പാടില്ല. ഓക്കെ, അതായത് ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് കരുതി നിർത്തേണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പോകുന്നത് ഓരോ ദിവസവും നിങ്ങൾ ഫേസ് ചെയ്യുക. കാരണം അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണുള്ളത്. സോ നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.